ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. ഇത്ര കൊച്ചുവെളുപ്പം കാലത്ത് എങ്ങോട്ടാ യാത്ര എന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ? നമ്മുടെ ട്രാവൽ വ്ളോഗിന്റെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് ഇടേണ്ട കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഈ എപ്പിസോഡ് നമ്മൾ ഇടുന്നത്. നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകുന്ന വീഡിയോയുടെ ഫസ്റ്റ് ഡേ ആണ്, ഡേ 1 ആണ്. ഫ്രം കൊച്ചി ടു അഗത്തിയാണ്. രാവിലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെളുപ്പിനെ ഇവിടുന്ന് പോയിരുന്നു. അതിന്റെ കുഞ്ഞു വീഡിയോ ആണ് ഇത്. ഇതുവരെ കഴിഞ്ഞില്ലേ എന്നുള്ള കമന്റുകൾ പാടെ നിരോധിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി എടുത്ത വീഡിയോസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് എനിക്ക് മനസ്സിൽ ഒരു വിഷമം. അപ്പം അങ്ങനെ ഞാനിത് പോസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ കണ്ടു നോക്കിക്കോളൂ. എനിക്ക് തോന്നണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിരിക്കാം. മേ ബി എനിക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. എയർപോർട്ടിലെത്തി നമ്മൾ ബാഗൊക്കെ ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മള് ലക്ഷദ്വീപിലേക്കാണ് പോകുന്നത്. ലക്ഷദ്വീപിന്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളപ്പം എയർപോർട്ടിലൂടെ വെയിറ്റ് ചെയ്യുവാണ്. നേരത്തെ എത്തി, നമ്മൾ കുറേ നേരത്തെ എത്തി. അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുവാണ്. അതെ, അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 4 ദിവസമുണ്ട് നമ്മൾ ലക്ഷദ്വീപിൽ. അപ്പം ഇന്നിപ്പോ രാവിലെ നമുക്ക് 9:05 ഫ്ലൈറ്റ്. അപ്പൊ അത് കഴിഞ്ഞ് ഒരു 10:30 ആണ് അവിടെ എന്താ പറയാ അറൈവൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ലക്ഷദ്വീപിൽ കാണാം. ഓരോ ഫ്ലൈറ്റും അതിന്റെ റൺവേയിലായിരിക്കും പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾ എയർപോർട്ടിന്റെ ബസ്സിൽ നമ്മളെ കയറ്റി ആ പ്ലെയിനിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് ഇവർ ചെയ്യുന്നത്. അലയൻസ് എയറിലായിരുന്നു അങ്ങോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഇൻഡിഗോ ആയിരുന്നു. അങ്ങോട്ടേക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും അലയൻസ് എയർ ആണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ബാംഗ്ലൂർ പോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് ഇൻഡിഗോയിലൊക്കെ പോകാൻ പറ്റുക. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഫ്രം കൊച്ചി ടു അഗത്തി ഡയറക്റ്റ് നമുക്ക് അലയൻസ് എയർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം പോയി കയറട്ടെ. ചെന്നിട്ട് ഇനി അടുത്തത് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. ഫ്ലൈറ്റിൽ നമ്മൾ ബോർഡ് ചെയ്തു. ഒരുപാട് ആൾക്കാരുണ്ട് ആ ഫ്ലൈറ്റിൽ. ഫുള്ള് മീൻസ് അഗത്തിയിലേക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഫുള്ള് എല്ലാവരും കൂടുതലും ടൂറിസ്റ്റുകളായിരുന്നു. അവിടെയുള്ള ആളുകളല്ലായിരുന്നു, ടൂറിസ്റ്റുകളായിരുന്നു. ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ 2 കാര്യങ്ങൾ ഇതിന്റെ ടേക്ക് ഓഫും അതുപോലെ ലാൻഡിങ്ങും ആണ്. ബാക്കി എനിക്ക് അത്ര സുഖമുള്ള ഒരു യാത്രയല്ല ഫ്ലൈറ്റിൽ. അതിന്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് എനിക്ക് ഒട്ടും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ബട്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. ആൻഡ് കൂടുതലും നമുക്ക് എന്താ പറയാ ട്രാവല് കുറെ അധികം ഉള്ള പോലെ തോന്നും ഫ്ലൈറ്റിൽ ഇരുന്ന് വെച്ചാൽ പെട്ടെന്ന് എത്തിയില്ലല്ലോ എന്നുള്ളത് തോന്നും. പിന്നെ മാത്രമല്ല, ഒരു ഹൈറ്റ് ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കിയാൽ ഒന്നും കാണത്തില്ല. ക്ലൗഡ്സ് മാത്രമാണല്ലോ കാണത്തുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ നെറ്റില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. പിന്നെ ചില ഫ്ലൈറ്റുകളിൽ അവരുടെ വൈഫൈ തന്നെ ആക്സസ് ചെയ്ത് നമുക്ക് നെറ്റ് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു വിസ്താരയുടെ ഫ്ലൈറ്റിൽ അങ്ങനെയാണ്. നമ്മൾ ഫ്ലൈറ്റിലാണ്. കേശു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റേക്കണേ കേട്ടോ. നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, നല്ല സൗണ്ട് ഉണ്ട്. നല്ല വ്യൂ ഒക്കെ അടിപൊളിയാണ്. കേശുവിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഇതേ നമ്മള് അഗത്തി ഐലൻഡിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ്. അവിടുത്തെ ആ ഒരു സീനറി ആണ് കേട്ടോ, അടിപൊളിയാണ് കാണാനായിട്ട്. മുകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ദൂരെ നിന്ന് തന്നെ നമുക്ക്, അതായത് എത്തണ്ട ലാൻഡിങ്ങിന് കുറെ മുന്നേ തന്നെ നമുക്ക് കാണാൻ പറ്റും. നല്ല ബ്ലൂ സീ ആണ്, ഡീപ് ബ്ലൂ സീ. അതാണ് സംഭവം. അടിപൊളിയാണ് കേട്ടോ. ഓരോ സ്ഥലത്തും നമുക്ക് ഷെയ്ഡ് ഡിഫറൻസ് അറിയാൻ പറ്റും. അതിന്റെ ആഴത്തിനനുസരിച്ച് ഷെയ്ഡ് ഡിഫറൻസ് അറിയാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് എ ലാൻഡിങ്. വി ആർ ഗോയിങ് ടു ലാൻഡ്. ഓക്കെ, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ടുള്ള അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4 ചുറ്റും കടല് ആണ്. 4 ചുറ്റും എവിടെ നോക്കിയാലും കടലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു.
പിന്നെ അവിടുത്തെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മേ ബി അടുത്ത ഒരു ഫ്ലൈറ്റ് ലാൻഡിങ്ങിന്റെ ടൈം ആയതുകൊണ്ടായിരിക്കാം നമ്മൾ അധിക നേരം ഫോട്ടോ എടുക്കാനൊന്നും അവര് സമ്മതിച്ചില്ല. പെട്ടെന്ന് എന്താ പറയാ ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അവരിങ്ങനെ പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നുള്ള രീതിയിൽ നമ്മളോട് കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും തന്നെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകും, അധികം നേരം ഇവിടെ നിൽക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു കൂളിംഗ് ആയിരുന്നു അവിടെ ചെന്ന്. നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയൊരു ഐലൻഡ് ആണ്, അതുപോലെ ചെറിയൊരു എയർപോർട്ടും ആണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പോലെ വലിയൊരു എയർപോർട്ട് അങ്ങനെയൊന്നുമല്ല. നമ്മൾ വന്ന ഫ്ലൈറ്റ് ആണ്. ഇതിൽ വന്നവരെല്ലാവരും നമ്മുടെ കൂടെ വന്ന ടൂറിസ്റ്റ്. നമ്മൾ ലക്ഷദ്വീപിൽ ഇപ്പൊ ലാൻഡ് ചെയ്തു. സമയം ഏകദേശം 10:20 ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ 9:05 ഫ്ലൈറ്റിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അലയൻസ് എയറിലായിരുന്നു. ഒരു അഗത്തി എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണെന്ന് തോന്നുന്നു, അധികം ഫോട്ടോസും വീഡിയോസും എടുക്കാതെ സമ്മതിക്കാനുള്ള. ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റിന്റെ അടുത്ത് നിന്നിട്ടാണെങ്കിലൊക്കെ അവര് പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്, അടിപൊളിയാണ്. ശരിക്കും നമ്മള് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ്. അതിന്റെ എയർപ്ലെയിൻ ഷോട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്ര അടിപൊളിയാണ് കേട്ടോ. നല്ല ക്ലീൻ ആണ് ഇവിടെ. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എയർപോർട്ടിന്റെ പുറത്തേക്ക് നമ്മൾ എത്തി. പുറത്തുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാവരും എന്താ പറയാ പുറത്തേക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന ടൂറിസ്റ്റുകളും അതുപോലെ വരുന്നവരുമാണ്. നമ്മുടെ അഗത്തി എയർപോർട്ടിന്റെ പുറത്തുള്ള വ്യൂ ആണ്. അടിപൊളി കേട്ടോ. നല്ല ക്ലിയർ വാട്ടർ ആണ്. അടിപൊളി നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെ സംഭവം കറക്റ്റ്. നല്ല നീല ജലാശയം, അടിപൊളി, ഒരു ഒഴുക്കുമില്ലാത്ത അടിപൊളി നല്ല വ്യൂ ആട്ടോ. നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മള് വണ്ടിയുടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നല്ല കാറ്റാട്ടോ ഇവിടെ. നല്ല നമ്മൾ എയർപോർട്ടിന് പുറത്തേക്ക് പോവാൻ കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. മൊത്തം ഫുൾ ശരിക്കും ഐലൻഡ് കറക്റ്റ് എന്താ പറയാ, നല്ല ചുറ്റും വെള്ളമാണ് ഇതിന്റെ ഐലൻഡിന്റെ എയർപോർട്ടിന് രണ്ട് സൈഡിലും കടലാണ്. പോവാണ് നമ്മള്. ഇനി ഹോട്ടലെത്തിയിട്ട് ബാക്കി വിശേഷം. നമ്മള് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ടോപ്പ് ഹോം സ്റ്റേ ആണ്. നമ്മള് അർബൻ ടൂറിസത്തിന്റെ പാക്കേജ് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അതെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐലൻഡിലുള്ള കാഴ്ചകളാണ്, വഴികള്. അപ്പം ആ ചേട്ടനല്ല പയ്യൻ പറഞ്ഞത് ഇവിടെ സീറ്റ് ബെൽറ്റ് ഒന്നും നിർബന്ധമില്ല, അതുപോലെ ഹെൽമെറ്റും അങ്ങനെയൊന്നും ഇല്ല. നമ്മള് സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള പോലെ തന്നെ ക്രൈം ഫ്രീ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയസ് ആണ്. ഇത് ഐലൻഡിന്റെ വ്യൂ ആട്ടോ. തെങ്ങാണ്, ഇഷ്ടംപോലെ തെങ്ങുണ്ട് കേട്ടോ. ഫുൾ തെങ്ങാണ്. നോക്കുവാണെങ്കിൽ ഈ സൈഡിൽ കണ്ടോ, ഫുള്ള് ആ കടലിന്റെ പോർഷനാണ്. ഈ സൈഡിൽ ഫുള്ള് നമുക്ക് കാണുന്നത്. നല്ല രസമുണ്ട്. നല്ല കാറ്റാട്ടോ, നല്ല കാറ്റാണ്, അടിപൊളിയാണ്. ഇത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ് ഇവിടുത്തെ അഗത്തിയിലെ. പള്ളിയാണ്. നഴ്സറി സ്കൂളാണ് കേട്ടോ അഗത്തി. നമ്മളെ റൂമിലൊക്കെ എത്തി. അതിനുശേഷം ഇന്ന് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇന്ന് വൈകിട്ടാണ് നമുക്കൊരു ആക്ടിവിറ്റി, ബീച്ച് സൈഡ് ആക്ടിവിറ്റി എന്തോ ആണെന്ന് തോന്നുന്നു അവർ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് പകൽ ഇപ്പൊ നമ്മള് 11:30 ആയി. ഇപ്പം നമ്മുടെ ഫുഡ് ഒരു 12:30 1 മണിയൊക്കെ ആകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് വെറുതെ റൂമിൽ ഇരിക്കണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ചുമ്മാ. അപ്പൊ ബീച്ചിന്റെ സൈഡിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ. ഇതാണ്
ആ ബീച്ചിന്റെ വ്യൂ ഫുള്ള് ചിങ്കിയോടിരിക്കുന്നുണ്ട്. യശു നല്ല എന്താ പറയാ ക്ലിയർ ആണ് കേട്ടോ. ക്ലിയർ ആയിട്ടുള്ള അതൊരു കൊക്കോ എന്തോ ഒരു ജീവി, ആ കൊക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ അഴുക്കൊന്നുമില്ല, നല്ല വെള്ളമൊക്കെ നല്ല ക്ലിയർ വാട്ടർ ആണ് കേട്ടോ. കുറെ ആക്ടിവിറ്റീസ് ഇവര് എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഫിഷിംഗ് ബോട്ടാണോ എന്തോ എന്താണോ എന്തോ. ചെറിയ ചെറിയ പക്ഷികൾ ഇതേ ഓടി കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വെച്ചാൽ ഈ മണല് പോലെ തന്നെ അതിന്റെ തന്നെ സെയിം കളറാണ് പക്ഷികൾക്ക്. അപ്പൊ അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? അതേ ഓടുന്നുണ്ടോ? ഇത് കണ്ടോ, ഇതിവിടെ മറ്റേ ബീച്ച് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. കയാക്കിങ്ങും പിന്നെ അതുപോലെ ഇതൊക്കെ ചെയ്യുന്നതാണ് അവര്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് കേട്ടോ. അതെ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ? ഓക്കെ, കയാക്കിങ് അല്ല, എന്താ കയാക്കിങ്? അത് തന്നെ ഐ ലവ് അഗത്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ വന്ന ബീച്ചാണ് കണ്ടത്. ഇവിടുത്തെ ഐ ലവ് ലക്ഷദ്വീപ് ഉണ്ട് അപ്പുറത്ത് തന്നെ. വാട്ടർ ഉണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ജെട്ടിയാണ്. നമുക്ക് ജെട്ടിയിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അങ്ങോട്ട് നടന്നു പോകണം, വണ്ടി പോകത്തില്ല അങ്ങോട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു പോയി നോക്കാം. അപ്പം നമുക്കിവിടെ സൺസെറ്റ് ഒക്കെ കാണുന്നത്. അതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. കുറച്ച് മുന്നേ മഴയായിരുന്നു കേട്ടോ. ഒരു ഉച്ചയൊക്കെ ഒരു 12-1 മണിക്കൊക്കെ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നല്ല തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. നല്ല അറ്റ്മോസ്ഫിയർ ആണ്. നമ്മള് ജെട്ടിയിലേക്ക് പോവാണ്. അത് ഇവിടെയാണെന്ന് തോന്നുന്നത്, അറ്റത്തേക്ക്. നമ്മള് അനാർക്കലി സിനിമയില് പൃഥ്വിരാജ് ജെട്ടിയിൽ ഒരു ഡൈവ് ചെയ്യുന്ന ഒരു സീനില്ലേ, അതിവിടെയാന്ന് തോന്നുന്നു. ഇതാണോ ഇനി കവരത്തിയിലുള്ള ജെട്ടിയാണോ എന്നറിയില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് ചാടുന്നത്. ഇവിടെ നിന്നാണ് ബോട്ടുകൾ കണക്ട് ചെയ്ത് ഐലൻഡ്സിലേക്കൊക്കെ പോകുന്നത്. വേറെ ഐലൻഡിലേക്ക് പോകണമെങ്കിൽ ഇതാണ് ജെട്ടി. ഇവിടെ നിന്ന് കണക്ട് ചെയ്താ പോകുന്നത്. അപ്പൊ അങ്ങോട്ട് നോക്കി നിൽക്കണ്ട, അങ്ങോട്ട് ദൂരെ നോക്കിയാൽ നമുക്ക് കുറെ എന്തൊക്കെയോ കാണാം കേട്ടോ. ലഗൂൺസ് ആണെന്ന് തോന്നുന്നു അല്ലെ. അറ്റത്ത് തിരയടിച്ച് വരുന്നുണ്ട്. എനിക്ക് എപ്പോഴും അത് പറയുമ്പോ തെറ്റും. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് കേട്ടോ. കാണിച്ചു തരാമേ. നല്ല പച്ചവെള്ളമാണ്. കാണിച്ചു തരാം. കണ്ടോ നല്ല ക്ലിയർ വാട്ടർ ആണ്. എന്തോ ഒരു എയർപോർട്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് എന്തോ കൊണ്ടുവന്നൊരു സാധനം പുറത്തിറക്കുന്നത്. JCB ക്രെയിൻ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഷിപ്പിൽ വന്നതാണ്. ഇന്നൊരു ആൾക്കാർ ഇത് കാണാൻ വേണ്ടി കൂടി നിൽക്കുന്നതൊക്കെ. ആകെ കുറച്ച് പേരേ ഉള്ളൂ ഈ ഐലൻഡിൽ. ഈ അഗത്തി ഐലൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെ 7072 ആളുകളാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 7072 ആണ്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 3.84 സ്ക്വയർ ഫീറ്റ് കിലോമീറ്റേഴ്സ് ആണ്. 6 കിലോമീറ്റർ നീളവും 1000 മീറ്റർ വീതി, അങ്ങനെ എന്താണ് അവിടെ എഴുതി വെച്ച് ഞാൻ കണ്ടിരുന്നത്. അത്രേ ഉള്ളൂ ഈ ഐലൻഡ്, നമ്മുടെ അഗത്തി ഐലൻഡ് അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ അത്ര തന്നെ പോപ്പുലേഷനും അത്ര തന്നെ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് തന്നെ ഭയങ്കര പൊല്യൂഷൻ കുറവാണ്. പിന്നെ ആളുകളുടെ എണ്ണം കുറവാണ്. നല്ല ഏരിയ, നല്ല രസമാണ്. ഫൈനലി ആ സംഭവം പുറത്തേക്ക് എടുത്തോട്ടെ. അവരെന്തോ എയർപോർട്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന മെഷീൻ ആണെന്നാ പറഞ്ഞത്. അങ്ങനെ കുറച്ചു നേരം അവിടെ ചുറ്റടിച്ച് നിന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി. ഇതിപ്പോ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടോ, വൈകിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ കണ്ടത് നമ്മൾ രാവിലെ വന്നതിന് ശേഷം ബീച്ച് വിസിറ്റിന് പോയായിരുന്നു. അതിനുശേഷം ഉള്ള കാഴ്ചകൾ, ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് പതുക്കെ മയങ്ങിയതിന് ശേഷം നമ്മൾ വന്ന കാഴ്ചയാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. ചുമ്മാ നമ്മൾ ഐലൻഡ് മൊത്തം ഒന്ന് കറക്കി. അതുപോലെ തന്നെ 2-3 ബീച്ചുകളിൽ കൊണ്ടുപോയി. അങ്ങനെ ആ ഒരു ദിവസം ഫുള്ള് വൈകുന്നേരം നമ്മൾ എൻഗേജ്. ഈ മരം നോക്കി, നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു മരമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ ലഗൂൺ ബീച്ച്.
അങ്ങ് ദൂരെ നോക്കിയിട്ടാണെങ്കിൽ കാണാട്ടോ. അത് കണ്ടോ, ലഗൂണാണ്. ലഗൂൺസ് ആണ് അത്. അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ നല്ല രസമുണ്ട്. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയാലോ? ബീച്ച് കണ്ടോ, അടിപൊളി ബീച്ചാട്ടോ. ചില്ലി കുറെ എന്തൊക്കെയോ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയോ ഫോട്ടോസ് ഒക്കെ പറഞ്ഞ് കുറെ കോറൽസ് ഒക്കെ പെറുക്കി വെച്ചിട്ടൊക്കെ എന്തോ ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് ഇരിക്കാനായിട്ടും സംസാരിക്കാനായിട്ട് പറ്റിയ അടിപൊളി അന്തരീക്ഷമാണ്. നല്ല രസമാണ്. നല്ല നല്ല കാലാവസ്ഥ. നമുക്ക് എന്താ പറയാ, നമ്മുടെ നോർമൽ ബീച്ച് സൈഡിൽ ഇപ്പൊ സമയം ഇപ്പൊ 5:45 ഇപ്പൊ സമയം. പക്ഷെ ഉണ്ടല്ലോ, നമ്മുടെ അവിടുത്തെ പോലെയുള്ള ഇരുട്ടോ കാര്യങ്ങൾ അല്ലെങ്കിൽ വെയിലോ അങ്ങനെ ഒന്നുമില്ല. സൺസെറ്റ് കാണാമെന്നാ പറഞ്ഞാൽ അപ്പുറ സൈഡിലാണ് സൺസെറ്റ്. ആ ഭാഗത്താണ് സൺസെറ്റിന്റെ വ്യൂ വരുന്നത്. നല്ല കൂളാണ് കേട്ടോ. കടലിൽ നമുക്ക് കുറെ നേരം നിന്ന് കഴിയുമ്പോ അവിടെ നിന്ന് തിര വരുന്നുണ്ടോ. ഇത് കണ്ടോ, അതൊരു പ്ലാന്റ് ആണ് കേട്ടോ. നമ്മള് കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ട് ഇവർക്ക് കുടിക്കാനായിട്ട് വെള്ളം സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്, കുടിവെള്ള പ്ലാന്റ് ആണ്. ഇവിടെ ആകെ ഒരു വർക്ക്ഷോപ്പാണ് നമ്മൾ പോകുന്ന വഴി കണ്ടോ. ആകെ ഒരു വർക്ക്ഷോപ്പ് ഉള്ളൂ. അതുപോലെ തന്നെ ഒരു പെട്രോൾ പമ്പാണുള്ളത്. അതിൽ ഒരു മാസം ഒരാൾക്ക് 7 ലിറ്ററോ അങ്ങനെ എന്തോ ആണ് പെട്രോൾ കിട്ടുന്നത്. അത്രയേ കിട്ടുള്ളൂ, അതിൽ കൂടുതൽ കിട്ടത്തില്ല. പിന്നെ പെട്രോളിന് വില 200 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. വീണ്ടും നമ്മളെ ജെട്ടി പോലെ ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നത് കേട്ടോ. അവിടെ നല്ല ഡാർക്ക് ബ്ലൂ ആയിരുന്നു അവിടുത്തെ കടല്. ഭയങ്കര ആഴമുണ്ടെന്നാ പറഞ്ഞു. നല്ല ആഴം ഉണ്ടായിരുന്നു. കപ്പലും അതുപോലെ വലിയ ബോട്ടൊക്കെ വന്ന് ലാൻഡ് ചെയ്ത് സാധനങ്ങൾ ഇറക്കുന്ന അങ്ങനത്തെ ഒരു ഏരിയ. പിന്നെ ജങ്കാറൊക്കെ വരുന്ന ഏരിയ. അപ്പൊ അതേ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിതേ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. വേറൊരു ബീച്ചാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മൾ ഇവിടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകും. ഇത് എല്ലാം നല്ല ക്ലീൻ ബീച്ചാണ്. പിന്നെ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഒന്നും നമ്മുടെ അവിടുത്തെ പോലെ പ്ലാസ്റ്റിക് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ വേസ്റ്റ് കുമിഞ്ഞോടി ഇടുകയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബീച്ചിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത അത്ര ഭംഗിയാട്ടോ. ഇതിപ്പോ അധികം ആഴമില്ലാത്ത വേലി ഇറക്ക സമയമാണ്. അപ്പൊ അതുകൊണ്ട് അധികം ആഴമില്ലാത്ത ഏരിയ ആണ്. കോറൽസ് ഒക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ മുകളിലൊക്കെ കയറി നിൽക്കാം. പക്ഷെ കാലൊക്കെ നമുക്ക് ഒരയാനും പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്, സൂക്ഷിച്ച് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ വഴുക്കലൊന്നുമില്ല, ഒട്ടും വഴുക്കലില്ല. ഒരുപാട് പാറക്കല്ലുകളൊക്കെ നിൽക്കുന്നുണ്ട്, നമുക്ക് അതിന്റെ മുകളിൽ കയറുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒട്ടും വഴുക്കലില്ല, അതാണ് ഹൈലൈറ്റ് കേട്ടോ. ഇതെങ്ങനെ തോർത്തുന തല? കേശു അങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അറിയാലോ, പിള്ളേരെ നമ്മൾ പിന്നെ വെള്ളം കണ്ടാൽ പിന്നെ പിള്ളേർക്ക് ഭ്രാന്ത, കയറത്തില്ല നിങ്ങള്. ഇതാ ബീച്ചിന്റെ നൈറ്റ് വ്യൂ ആണ്. അടിപൊളിയായിരുന്നു നൈറ്റ് വ്യൂ. ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നെക്സ്റ്റ് ഡേ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കേട്ടോ. ഈ ഊഞ്ഞാലൊക്കെ വെള്ളത്തിൽ നിറയും, അത്രയും ഹൈ ആയിരുന്നു നെക്സ്റ്റ് ഡേ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വൈകിട്ട് ഇത്ര സമയമായി, നമ്മൾ കുറച്ചു നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ചും കൂടി ഇരുട്ടാവണം അവരോട് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ നമ്മുടെ റൂമിലേക്ക് പോയി. അപ്പം അത്രേ ഉള്ളൂ. ആ ബീച്ച് സൈഡിലുള്ള ഒരു കുഞ്ഞ് റെസ്റ്റോറൻ്റ് ആണ്. അവിടെ വരുന്നവരെല്ലാവരും ഈ റെസ്റ്റോറൻറ്റിൽ കയറിയ ഫുഡ് കഴിക്കുന്നുണ്ട്. ബ്രെഡ് ഓംലെറ്റും കട്ട്ലറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചായ ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് കത്തി വില വാങ്ങിക്കും. പക്ഷെ ഇത് നോർമൽ റേറ്റ്, ചെറിയ എമൗണ്ട് ഉള്ളൂ റേറ്റ് ഒക്കെ കേട്ടോ.
അത്രേ ഉള്ളൂ. അങ്ങനെ കുറച്ചു നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ലക്ഷദ്വീപ് സീരീസ് ഇവിടെ തീർന്നു കേട്ടോ. ഇനി വീഡിയോസ് ഒന്നുമില്ല. അപ്പം ടാറ്റാ.